വീട്ടിൽ തന്നെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലേക്കായി കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ മാറ്റി വയ്ക്കുക. ഒപ്പം ആവശ്യത്തിനുള്ള വെള്ളമെടുത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചാലും മതിയാകും. അതിനുശേഷം വാർത്ത് വെക്കുന്നു. വാർത്ത് വെച്ചതിന് ശേഷം ഇതിനായി ഒരു കോട്ടിംഗ് ഉണ്ടാക്കാം. അതിലേക്കായി മൈദാമാവും നമ്മുടെ കോൺഫ്ലവറും എടുക്കുന്നുണ്ട്. അതൊരു ഈക്വൽ അനുപാതമായി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഒപ്പം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട്. കുരുമുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ കോട്ടിങ്ങിന് ചേർന്നിട്ടുള്ള ഒരു മിക്സ് എന്ന നിലയ്ക്ക് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഒരു കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ ഉപ്പും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ മാവ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഒരു പാൻ എടുത്തതിന് ശേഷം കടുക് പൊട്ടിക്കുക. എന്നിട്ട് കഷ്ണമാക്കി വെച്ചേക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചേക്കുന്ന ഒരു 5-6 സവാള, ചെറുതാണെന്നുണ്ടെങ്കിൽ, വലിയ സൈസാണെങ്കിൽ ഒരു 3-4 ആണെങ്കിലും മതിയാകും. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഹാഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒപ്പം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്കൊന്ന് സ്വാദ് കൂട്ടാനായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എരിവാണ്. അതിലേക്കായി എരിവനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതേസമയം നമുക്ക് വേറൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ചെറിയൊരു പാനോ എടുത്ത് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവർ മിക്സ് അത് കോട്ടിങ് ചേർത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാനായി നോക്കേണ്ടതാണ്. അതുകൊണ്ട് കൂട്ടത്തോടെ ഇട്ട് കൊടുക്കാതെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് കളറോ ഒന്നും ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും. സോ അതവിടെ കിടക്കട്ടെ. ഇനി ഇവിടെ നമ്മുടെ സവാളയ്ക്കൊപ്പം ലേശം സോയാ സോസ്, ലേശം എന്ന് വെച്ചാൽ 2 ടീസ്പൂണാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടീസ്പൂൺ എടുത്ത സ്ഥിതിക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് അതിൻ്റെ ഇരട്ടിയായിരിക്കണം. 4-5 ടീസ്പൂൺ എടുക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകും. ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുക്കുന്നത്, കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 2-3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ചേർക്കുന്ന സമയത്ത് ഒരുപാട് എരിവാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവ് ടാലിയായി പോകുന്നതാണ്. അതിന് അനുസരിച്ച് വേണം നിങ്ങളുടെ പച്ചമുളക് എടുക്കുന്നതും. അതുപോലെ എരിവിന് ആയി സാധാ മുളക് ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് എരിവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസിയിൽ മീൻസ് ആ ഒരു ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും അതുപോലെ പഞ്ചസാരയൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം നമ്മുടെ കോളിഫ്ലവർ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഗ്രേവി ഒന്ന് റെഡിയാകുന്ന സമയത്ത് ഈ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു കളറിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടും വൈകാതെ തന്നെ ചൂടോടെ എടുത്ത് നമ്മുടെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ
നമ്മൾ വൈകുന്നേരം തന്നെ കഴിക്കുന്ന സമയത്ത് മാത്രം കോളിഫ്ലവർ ഫ്രൈ ചെയ്യുക. ഈ മിക്സിലോട്ട് ആഡ് ചെയ്താൽ മാത്രം മതിയാകും. ഇനി നേരത്തെ ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.